നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂരിൽ വീണ്ടും ജീവനെടുത്ത് റോഡിലെ കുഴി. അയ്യന്തോളിൽ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ച യുവാവ് ബസ് കയറി മരിച്ചു. എൽത്തുരുത്ത് സ്വദേശി 24 വയസ്സുള്ള ആബേലാണ് മരിച്ചത്. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാത അമ്പല്ലൂരിൽ ശനിയാഴ്ച വൻ ഗതാഗത കുരുക്ക്. തൃശൂർ ഭാഗത്തേക്കായിരുന്നു ഗതാഗത കുരുക്ക് രൂക്ഷമായത്. ദേശീയപാതയിലെ ഗതാഗത കുരുക്കിൽപ്പെട്ട് മണിക്കൂറുകളോളം ആശുപത്രിയിൽ കുടുങ്ങിയ രോഗിക്ക് രക്ഷകരായി ചാലക്കുടി സ്റ്റേഷനിലെ SI വിശ്വനാഥനും പൊതുപ്രവർത്തകനായ സിൻഡോ പയ്യപ്പിള്ളിയും. അവധി കഴിഞ്ഞ് തിരിച്ചുപോയ മണ്ണമ്പേട്ട സ്വദേശി സൗദി അറേബ്യയിലെ റിയാദ് എയർപോർട്ടിൽ കുഴഞ്ഞു വീണ് മരിച്ചു. മണ്ണമ്പേട്ട വട്ടനാത്ര ഇടശ്ശേരി വീട്ടിൽ 59 വയസ്സുള്ള രാജുവാണ് മരിച്ചത്. സംസ്ഥാന ഔഷധ സസ്യ ബോർഡും മറ്റത്തൂർ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘവും സംയുക്തമായി ഈ മാസം 22-ന് സംസ്ഥാനതല അഗ്രി ഇൻഡ് സിനർജി കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തല്ലൂർ ദീപ്തി ഹൈസ്കൂളിൽ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂരിൽ വീണ്ടും ജീവനെടുത്ത് റോഡിലെ കുഴി. അയ്യന്തോളിൽ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ച യുവാവ് ബസ് കയറി മരിച്ചു. രാവിലെ 9:15 അപകടം. കുന്നംകുളത്തേക്ക് പോയിരുന്ന സ്വകാര്യ ബസിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ചു. ഇതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ആബേൽ ബസിന് അടിയിലേക്ക് വീഴുകയായിരുന്നു. ആബേൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. അപകടം നടന്ന ഉടൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വാഹനങ്ങൾ തടഞ്ഞു. പിന്നാലെ എത്തിയ കോൺഗ്രസ് BJP പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് വാഹനങ്ങൾ തടഞ്ഞ് പ്രതിഷേധിച്ചു. കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ J. പല്ലന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകരും BJP തൃശൂർ മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് C. മേനോന്റെ നേതൃത്വത്തിലുള്ള BJP പ്രവർത്തകരുമാണ് പ്രതിഷേധിച്ചത്. പ്രതിഷേധക്കാർ ഏറെ നേരം വാഹനങ്ങൾ തടഞ്ഞു. ഇതിനിടെ പോലീസ് സമരക്കാരെ റോഡിൽ നിന്നും മാറ്റാൻ ശ്രമിച്ചതോടെ ഉന്തും തള്ളുമുണ്ടായി. മേയർ ഇടപെട്ട് റോഡിലെ കുഴികൾ അടിയന്തരമായി അടയ്ക്കണം, മരിച്ചയാൾക്ക് ധനസഹായം നൽകണം, കളക്ടർ സംഭവസ്ഥലത്തേക്ക് എത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. ഏറെ നേരം റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പിന്നീട് പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. സംഭവത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വിജിലൻസിനോട് അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുൻപാണ് തൃശൂർ MG റോഡിൽ സമാന രീതിയിലുള്ള അപകടത്തിൽ പൂങ്കുന്നം സ്വദേശിയായ യുവാവ് ദാരുണമായി മരണപ്പെട്ടത്. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാത അമ്പല്ലൂരിൽ ശനിയാഴ്ച വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. തൃശൂർ ഭാഗത്തേക്കായിരുന്നു ഗതാഗത കുരുക്ക് രൂക്ഷമായത്. പുതുക്കാട് സിഗ്നലും കടന്ന് വാഹനനിര നീണ്ടു. ഇതിനിടെ തൃശൂർ ഭാഗത്തേക്കുള്ള പാതയുടെ സർവീസ് റോഡിൽ സ്ലാബ് തകർന്നത് ഗതാഗത കുരുക്ക് രൂക്ഷമാക്കി. ഡ്രൈനേജിന് മുകളിലുള്ള സ്ലാബാണ് തകർന്നത്. സർവീസ് റോഡ് കുണ്ടും കുഴിയുമായി തീർന്നതോടെ വാഹനങ്ങൾ കേടുവരുന്നതിനുമിടയാക്കുന്നുണ്ട്. ശനിയാഴ്ച രാവിലെ ഇവിടെ ജീപ്പും കേടായിരുന്നു. പുതുക്കാട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ രോഗികൾക്ക് തിരിച്ചു പോകാൻ കഴിയാത്ത സ്ഥിതിയുണ്ടായി. ഓട്ടോറിക്ഷ എത്തിയാലും തിരിച്ചു പോകാനാകാത്ത സ്ഥിതിയാണ്. അരമണിക്കൂറിലേറെ സമയം കാത്തുകിടന്നാണ് ഓരോ വാഹനങ്ങളും അമ്പല്ലൂർ പിന്നിട്ടത്. ദേശീയപാതയിൽ വാഹനങ്ങൾ കടന്നു പോകാത്ത അവസ്ഥയിലെത്തിയതോടെ പ്രാദേശിക റോഡുകളിലും വാഹനങ്ങൾ നിറഞ്ഞു. ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ട് പോലും അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാത്തത് ജനങ്ങളെ നിരാശരാക്കുകയാണ്. സംഭവത്തിൽ ഇടപെടേണ്ട MP ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും വിഷയത്തിൽ അലംഭാവം കാണിക്കുകയാണെന്നാണ് ആക്ഷേപം. ആയിരക്കണക്കിന് യാത്രക്കാരാണ് ദിനംപ്രതി ഗതാഗതക്കുരുക്കിലും യാത്രാക്ലേശത്തിലും ദേശീയപാതയിൽ വലയുന്നത്. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിൽപ്പെട്ട് മണിക്കൂറുകളോളം ആശുപത്രിയിൽ കുടുങ്ങിയ രോഗിക്ക് രക്ഷകരായി ചാലക്കുടി സ്റ്റേഷനിലെ SI വിശ്വനാഥനും പൊതുപ്രവർത്തകനായ സിൻഡോ പയ്യപ്പിള്ളിയും.
പുതുക്കാട് KSRTC സ്റ്റാൻഡിന് എതിർവശത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് ഫിസിയോതെറാപ്പിക്കായി എത്തിയ പുതുക്കാട് സ്വദേശി വെളിയത്ത് അഗസ്റ്റിനാണ് മണിക്കൂറുകളോളം ദുരിതത്തിൽ അകപ്പെട്ടത്. രാവിലെ 9-ന് ചികിത്സയ്ക്കായി ഭാര്യയോടൊപ്പം എത്തിയ അഗസ്റ്റിൻ ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനാകാതെ 4 മണിക്കൂറോളമാണ് ആശുപത്രിക്ക് മുൻപിലെ ഗതാഗതക്കുരുക്കിൽ കാത്തു നിൽക്കേണ്ടി വന്നത്. സർവീസ് റോഡിൽ മണിക്കൂറുകളോളം കുരുങ്ങിക്കിടക്കുന്ന വാഹനങ്ങൾ മൂലം ഇവർ വിളിച്ച വാഹനത്തിന് അടുത്തേക്ക് എത്താനായില്ല. ഈ സമയം ബാങ്കിലേക്കെത്തിയ വിശ്വനാഥനും ബാങ്കിലെ ജീവനക്കാരനായ സിൻഡോയും ടാക്സികൾ വിളിച്ചു നോക്കിയെങ്കിലും തിരക്കിലൂടെ കടന്നുവരാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു. തുടർന്ന് വിശ്വനാഥനും സിൻഡോയും ചേർന്ന് ബാങ്കിലേക്ക് വന്നയാളുടെ ബൈക്കിൽ കയറ്റി ഇരുത്തി വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു. ആശുപത്രിയിൽ നിന്നും 1 കിലോമീറ്റർ ദൂരത്തുള്ള വീട്ടിലേക്ക് പോകാനാകാതെ 4 മണിക്കൂറാണ് ആശുപത്രിക്ക് മുൻപിൽ ഇവർക്ക് നിൽക്കേണ്ടി വന്നത്. അവധി കഴിഞ്ഞ് തിരിച്ചുപോയ മണ്ണമ്പേട്ട സ്വദേശി സൗദി അറേബ്യയിലെ റിയാദ് എയർപോർട്ടിൽ കുഴഞ്ഞു വീണ് മരിച്ചു. മണ്ണമ്പേട്ട വട്ടനാത്ര ഇടശ്ശേരി പാപ്പുക്കുട്ടിയുടെ മകൻ 59 വയസ്സുള്ള രാജുവാണ് ചൊവ്വാഴ്ച രാവിലെ റിയാദ് കിങ് ഖാലിദ് എയർപോർട്ടിൽ വിമാനമിറങ്ങി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കുഴഞ്ഞു വീണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രിയാണ് കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടത്. സൗദി വടക്കൻ അതിർത്തി പ്രവിശ്യയായ അൽ ജൗഫിലെ മൈലോവ എന്ന സ്ഥലത്ത് മെക്കാനിക്കായാണ് ജോലി ചെയ്തിരുന്നത്. 30 വർഷമായി രാജു പ്രവാസിയാണ്. റിയാദിൽ ഇറങ്ങിയ ശേഷം കണക്ഷൻ ഫ്ലൈറ്റിൽ 1100 കിലോമീറ്റർ അകലെയുള്ള അൽ ജൗഫിലേക്ക് പോകാനായിരുന്നു പദ്ധതിയെങ്കിലും സാധിച്ചില്ല. ഇതോടെ ബസ്സിൽ പുറപ്പെടാൻ ശ്രമം നടക്കുന്നതിനിടയിലാണ് എയർപോർട്ടിൽ കുഴഞ്ഞു വീണത്. ഉടൻ എയർപോർട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. മൃതദേഹം അവിടെ നിന്ന് റിയാദിലെ ഷുമൈസി ആശുപത്രിയിലേക്ക് മാറ്റി. നിയമ നടപടിക്രമങ്ങൾക്ക് ശേഷം മൃതദേഹം നാട്ടിലെത്തിക്കും. ഷീജയാണ് ഭാര്യ. അനശ്വര, ഐശ്വര്യ എന്നിവർ മക്കളാണ്. സംസ്ഥാന ഔഷധ സസ്യ ബോർഡും മറ്റത്തൂർ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘവും സംയുക്തമായി ഈ മാസം 22-ന് സംസ്ഥാനതല അഗ്രി ഇൻഡ് സിനർജി കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൃഷിയും വ്യവസായവും ഒന്നിച്ചു വളരുന്ന കേരളം എന്ന ആശയത്തെ ആസ്പദമാക്കി മൂന്നുമുറി ചെട്ടിച്ചാലിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല കോൺക്ലേവിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. MLA-മാരായ KK രാമചന്ദ്രൻ, M വിജിൻ, KD പ്രസേനൻ, മുൻ മന്ത്രിമാരായ C രവീന്ദ്രനാഥ്, തോമസ് ഐസക്, കൃഷിവകുപ്പിലെയും ഔഷധ സസ്യ ബോർഡിലെയും വിദഗ്ധർ, ആയുർവേദ മരുന്ന് ഉൽപ്പാദക സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ മറ്റത്തൂർ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് TA ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി KP പ്രശാന്ത്, ഡയറക്ടർമാരായ PS പ്രശാന്ത്, PA രഘു, KV വേലായുധൻ എന്നിവർ പങ്കെടുത്തു. അമ്പല്ലൂർ വനിതാ ക്യാൻറ്റീൻ ഊട്ടോളി കനാൽ റോഡിൽ പിക്കപ്പ് വാനിന്റെ ടയർ താഴ്ന്നു. ശനിയാഴ്ച രാവിലെയാണ് സംഭവം. അമ്പല്ലൂർ വരന്തരപ്പള്ളി റോഡിൽ നിന്നും കനാൽ റോഡ് വഴി അമ്പല്ലൂർ ജംഗ്ഷൻ ഒഴിവാക്കി ശ്രീലക്ഷ്മി തിയേറ്ററിന് സമീപം ദേശീയപാതയിലേക്ക് പ്രവേശിക്കാൻ ഈ റോഡ് ഉപയോഗിക്കാറുണ്ട്. രാവിലെ അമ്പല്ലൂരിൽ ഗതാഗത കുരുക്കുള്ള സമയത്താണ് സംഭവം. പിക്കപ്പിന്റെ ടയർ താഴ്ന്നത് അറിയാതെ ഇതുവഴി മറ്റു വാഹനങ്ങൾ എത്തിയതോടെ ഈ റോഡിലും ഗതാഗത കുരുക്ക് ഏറി. വീടിനുള്ളിൽ കയറിയ രാജവെമ്പാലയെ പിടികൂടി. മടക്കത്തറ വാരിയംകുളം സ്വദേശി തെക്കേപ്പാറയിൽ കമലയുടെ വീട്ടിലാണ് പാമ്പിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. മുറിയിലിരിക്കുന്ന വിളക്കെടുക്കുന്നതിനായി എത്തിയ സമയത്താണ് ജനൽ കമ്പിയിൽ പാമ്പിനെ കണ്ടെത്തിയത്. ഭയന്നോടിയ കമല തുടർന്ന് വനം വകുപ്പിലും വിവരം അറിയിച്ചു. ഇതേ തുടർന്ന് സ്ഥലത്തെത്തിയ സർപ്പ വളണ്ടിയർ സത്യൻ പൊങ്ങണംകാട് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ രാത്രി 8 മണിയോടെ പാമ്പിനെ പിടികൂടുകയായിരുന്നു. രാജവെമ്പാലയെ പട്ടിക്കാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. കല്ലൂർ കാവല്ലൂർ സ്കൂളിന് സമീപത്തുള്ള ഇടവഴിയിൽ വൈദ്യുതി ലൈൻ പൊട്ടിവീണു. അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. KCB അധികൃതരെ വിവരമറിയിച്ച് വൈദ്യുതി ലൈൻ ഓഫ് ചെയ്യിപ്പിച്ചു. കാവല്ലൂർ കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഭാരവാഹികൾ ഇടപെട്ടാണ് അപകടാവസ്ഥയുടെ മുന്നറിയിപ്പ് നൽകിയത്. മരച്ചില്ലകൾ വീണാണ് വൈദ്യുതി കമ്പി പൊട്ടിയത്. തൃക്കൂർ സർവോദയ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഔഷധ സസ്യ പ്രദർശനം നടത്തി. ആധുനിക കാലത്ത് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കുന്നതിനും ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുത്തുന്നതിനുമായാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. പ്രധാനാധ്യാപിക PK മിനി ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ സംസ്കൃത ക്ലബ്ബാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. തലൂർ ദീപ്തി ഹൈസ്കൂളിൽ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിച്ചു. ദേവമാത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ഡോക്ടർ സന്തോഷ് മുണ്ടൻമാണി അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു, സ്കൂൾ മാനേജർ ഫാദർ ആന്റണി വേലത്തിപ്പറമ്പിൽ, പ്രധാനാധ്യാപിക റീന K ജോൺ, പഞ്ചായത്ത് അംഗം ട്രീസ ബാബു, PTA പ്രസിഡന്റ് OK ജഗദീഷ്, ഫാദർ സിബി വിൻസെന്റ്, നീന തോമസ് എന്നിവർ സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാവിരുന്നും അരങ്ങേറി.
കൊടകര മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി 165ാമത് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് ഞായറാഴ്ച സംഘടിപ്പിക്കും. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെയാണ് ക്യാമ്പ്. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. എല്ലാ മാസവും 3ാമത്തെ ഞായറാഴ്ചയും ക്യാമ്പ് നടത്തുന്നുണ്ടെന്ന് ഭാരവാഹികളായ പി രാധാകൃഷ്ണൻ, അനിൽ വടക്കേടത്ത്, MR ആംസൺ എന്നിവർ അറിയിച്ചു. തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് ഈ വരുന്ന ഞായറാഴ്ച, അതായത് ജൂലൈ മാസം 20-ാം തീയതി കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ച് കാലത്ത് 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ നടത്തുന്നു. നാളെ ഇതുവരെ 13,000-ൽ പരം രോഗികൾക്ക് ആശ്വാസം പകരാൻ ഈ ക്യാമ്പിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. തികച്ചും സൗജന്യമായ ഈ ചികിത്സ ഭാരതീയ ദളിത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും ജീവകാരുണ്യ സ്പർശം പദ്ധതിയും സംഘടിപ്പിച്ചു. മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് പാടത്തുപറമ്പിലിന്റെ നേതൃത്വത്തിൽ 15-അംഗ കമ്മിറ്റിയും രൂപീകരിച്ചു. ജില്ലാ പ്രസിഡന്റ് സന്തോഷ് ഐത്താടൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് അമ്പിളി ഹരി അധ്യക്ഷയായിരുന്നു. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള 15 കുടുംബങ്ങൾ കോൺഗ്രസിൽ ചേർന്നതിന്റെ അംഗത്വ വിതരണവും സ്വീകരണവും നടത്തി. ദളിത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സന്ദീപ് വെള്ളാനി, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ശാലിനി ജോയ്, പുതുക്കാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് AB പ്രിൻസ്, സെക്രട്ടറിമാരായ പിയൂസ് ഇഞ്ചക്കുണ്ട്, നൌഷാദ് കല്ലൂപ്പറമ്പിൽ, സുജീഷ് കോരിശ്ശേരി, ജിനേഷ് വെട്ടിയാട്ടിൽ, ബെന്നി തൊണ്ടുങ്ങൽ എന്നിവർ സംസാരിച്ചു. ജോസഫ് കുപ്പാപ്പിള്ളി, നാസർ വെള്ളിക്കുളങ്ങര, കൃഷ്ണൻ K, തിലകൻ, അയ്യപ്പൻ, സുന്ദരേശൻ, വള്ളിയമ്മ, ഓമന അജയൻ, കൃഷ്ണൻ നാടിപ്പാറ, ലീല ഉണ്ണികൃഷ്ണൻ, കൃഷ്ണൻ കരുവന്നൂക്കാരൻ, രാജി ശശി, സുലോചന മുരുകത്ത്, മൂളി രാജൻ വെള്ളാനി, ഷൈജി രാജൻ തുറവൂക്കാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. 11 മണ്ഡലമുണ്ട്, എല്ലായിടത്തും നമ്മൾ എത്തണം. അപ്പോൾ അതുപോലെ ഇങ്ങനെയുള്ള ഓരോ സങ്കേതങ്ങളിൽ വന്ന് ഇങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഞങ്ങൾ കാഴ്ചവെക്കുന്നതാണ്. നമ്മുടെ ഒരു കൈത്താങ് സഹായമാണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും അത് കിട്ടാനുള്ള ഒരു അർഹതപ്പെട്ട ആളുകൾക്ക് ഇവിടെയുള്ള മണ്ഡലം കമ്മിറ്റി അതുപോലെ തന്നെ ഇവിടെയുള്ള ആളുകളൊക്കെ ആലോചിച്ചിട്ട് ലിസ്റ്റ് തന്നിട്ടുണ്ട്. അവരെ സഹായിക്കാനുള്ള ഒരു മനസ്ഥിതി ഞങ്ങളുടെ കുറച്ച് ആളുകൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഈ പരിപാടിയിൽ അതും കൂടി ഞങ്ങൾ അങ്ങോട്ട് തന്ന് സഹായിക്കും. അതുപോലെ ഇവിടുത്തെ മണ്ഡലം കമ്മിറ്റി ചെറിയ ഉപകാരമൊക്കെ തന്ന് നിങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇനിയും യൂത്ത് കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും ഓർമ്മ വിരുന്നും ഭരത പുനർജീവൻ ആശ്രമത്തിൽ സംഘടിപ്പിച്ചു. 60-ൽ പരം അന്തേവാസികൾക്ക് ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജെറോൺ ജോൺ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിൻഡോ ജോൺസൺ അധ്യക്ഷത വഹിച്ചു. നിയോജകമണ്ഡലം ഭാരവാഹികളായ സലീഷ് ചെമ്പാറ, പ്രിൻസ് ഫ്രാൻസിസ്, ഷാൻഡോ തറയിൽ, രദീപ് രവി, മാത്യു എലുവുങ്കൽ, ജോസ്പോൾ വട്ടക്കുഴി എന്നിവർ നേതൃത്വം നൽകി. ഉമ്മൻചാണ്ടി സാറിന്റെ ഓർമ്മയ്ക്കായിട്ട് ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ വന്ന് ഇവിടെ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഈ വിളക്ക് തെളിയിക്കുകയാണ്. അതിന്റെ ഭാരവാഹികൾ ആരൊക്കെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്നാലും അദ്ദേഹം ലോകത്തിന്റെ പുത്തൂർ പഞ്ചായത്തിലെ മരൂട്ടിച്ചാൽ വഴിനടച്ചിറ പാലത്തിന് സമീപം റോഡ് തകർന്നു. ഇതുവഴിയുള്ള വാഹനയാത്ര അപകടാവസ്ഥയിൽ. പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ പ്രധാന റോഡുകളിൽ ഒന്നാണ് മരൂട്ടിച്ചാലിലേക്കുള്ള ഈ റോഡ്. റോഡിന്റെ സംരക്ഷണ ഭിത്തി ഉൾപ്പെടെയാണ് ശനിയാഴ്ച 11 മണിയോടെ ഇടിഞ്ഞത്. രാവിലെ മുതൽ റോഡും സംരക്ഷണ ഭിത്തിയും വിണ്ടു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. ഏറെ നാളായി വഴിനടച്ചിറ പാലവും സമീപത്തെ റോഡും അപകടാവസ്ഥയിലായിരുന്നു. ജനപ്രതിനിധികളും നാട്ടുകാരും നിരന്തരം റോഡിന്റെ അപകടാവസ്ഥയെ സംബന്ധിച്ച് ബന്ധപ്പെട്ടവരെ അറിയിച്ചെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായിരുന്നില്ല. ഇതുവഴി കടന്നുപോകുന്ന മലയോര ഹൈവേയുടെ പേരിലാണ് ഈ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നീണ്ടുപോകാൻ കാരണമായത്. ഇപ്പോൾ റോഡിന്റെ സംരക്ഷണ ഭിത്തി ഉൾപ്പെടെ ഇടിഞ്ഞതോടെ ഇതുവഴിയുള്ള വാഹനയാത്ര ഏറെ അപകടാവസ്ഥയിലായി. കൂടാതെ പാലവും അപകടാവസ്ഥയിലാണ്. സ്വകാര്യ ബസ്സുകളും സ്കൂൾ വാഹനങ്ങളും ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ റോഡിന്റെ ദുരവസ്ഥ എത്രയും വേഗം പരിഹരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. റോഡ് തകർന്നതോടെ ഇതുവഴിയുള്ള വലിയ വാഹനങ്ങളുടെ യാത്രയ്ക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് എത്രയും വേഗം റോഡും പാലവും സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം. കീം വിഷയത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇരിങ്ങാലക്കുട ഓഫീസിലേക്ക് KSU നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം.
നെല്ലായി മഹാമുനിമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും മഹാമൃത്യുഞ്ജയ ഹോമവും ഞായറാഴ്ച നടക്കും. ക്ഷേത്രം തന്ത്രി അഴകത്ത് മനക്കൽ അനിയൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. കർക്കടകവാവിനോടനുബന്ധിച്ച് വ്യാഴാഴ്ച രാവിലെ 5:30 മുതൽ ക്ഷേത്രക്കടവിൽ പിതൃബലി തർപ്പണവും ക്ഷേത്രത്തിൽ മഹാതിലഹോമവും നടക്കുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 26 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള കായികാധ്യാപകർ ഇല്ലാത്ത സ്കൂളുകളിൽ കായികാധ്യാപകരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനായി ജൂലൈ 21 രാവിലെ 10 മുതൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തിൽ അഭിമുഖം നടക്കും. BPS, MPS തത്തുല്യ യോഗ്യത, കേടെക് കാറ്റഗറി 4th തുടങ്ങിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റ് സഹിതം അഭിമുഖത്തിന് ഹാജരാക്കണം. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9,130 രൂപ, പവന് 73,040 രൂപ. അമ്പല്ലൂർ കല്ലൂർ സുറിയാനി പള്ളിക്ക് സമീപം മാങ്ങൻ ആലീസ് അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭർത്താവ് പരേതനായ റപ്പായി, വിൽസൺ, വത്സ, പോൾ, ബീന, ജെയിംസ്, ഡേവിസ്, ജോർജ് എന്നിവർ മക്കളും. ഉഷ, ലീല, സണ്ണി, ബിനി, ജിഷ, ദീപ, പരേതനായ ബേബി എന്നിവർ മരുമക്കളുമാണ്. നെന്മണിക്കര സ്വദേശി വിലാസിനി അന്തരിച്ചു. 73 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭർത്താവ് പരേതനായ ഭാസ്കരൻ, ബീന, സിന്ധു, പരേതയായ മിനി എന്നിവർ മക്കളും. സുരേഷ്, രാധാകൃഷ്ണൻ, സതീഷ് എന്നിവർ മരുമക്കളുമാണ്. വരന്തരപ്പള്ളി തെക്കുമുറി കടുന്തയിൽ സരസ്വതിയമ്മ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭർത്താവ് കുണ്ടുപറമ്പിൽ സുധാകരമേനോൻ, സുഷമ, സുനന്ദ, സുരേഷ്, സുരേഖ എന്നിവർ മക്കളും. മുരളി, വിജയൻ, വിമല, വേണു എന്നിവർ മരുമക്കളുമാണ്. അമ്പല്ലൂർ ഊട്ടോളി യശോദ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭർത്താവ് പരേതനായ സുബ്രഹ്മണ്യൻ. കൃഷ്ണകുമാർ, സുജാത, സുഭാഷ് എന്നിവർ മക്കളും. സൗമ്യ, രമേഷ്, മഞ്ജു എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിൽ വീണ്ടും ജീവനെടുത്ത് റോഡിലെ കുഴി. അയ്യന്തോളിൽ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ച യുവാവ് ബസ് കയറി മരിച്ചു. എൽത്തുരുത്ത് സ്വദേശി 24 വയസ്സുള്ള ആബേലാണ് മരിച്ചത്. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാത അമ്പല്ലൂരിൽ ശനിയാഴ്ച വൻ ഗതാഗത കുരുക്ക്. തൃശൂർ ഭാഗത്തേക്കായിരുന്നു ഗതാഗത കുരുക്ക് രൂക്ഷമായത്. ദേശീയപാതയിലെ ഗതാഗത കുരുക്കിൽപ്പെട്ട് മണിക്കൂറുകളോളം ആശുപത്രിയിൽ കുടുങ്ങിയ രോഗിക്ക് രക്ഷകരായി ചാലക്കുടി സ്റ്റേഷനിലെ SI വിശ്വനാഥനും പൊതുപ്രവർത്തകനായ സിൻഡോ പയ്യപ്പള്ളി. അവധി കഴിഞ്ഞ് തിരിച്ചുപോയ മണ്ണമ്പേട്ട സ്വദേശി സൗദി അറേബ്യയിലെ റിയാദ് എയർപോർട്ടിൽ കുഴഞ്ഞു വീണ് മരിച്ചു. മണ്ണമ്പേട്ട വട്ടണാത്ര ഇടശ്ശേരി വീട്ടിൽ 59 വയസ്സുള്ള രാജുവാണ് മരിച്ചത്. സംസ്ഥാന ഔഷധ സസ്യ ബോർഡും മറ്റത്തൂർ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘവും സംയുക്തമായി ഈ മാസം 22-ന് സംസ്ഥാനതല അഗ്രി ഇൻറ്റ് സിനർജി കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തല്ലൂർ ദീപ്തി ഹൈസ്കൂളിൽ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.